ഗുഡ് മോർണിംഗ്. അങ്ങനെ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. ഇത്തവണ ലക്ഷ്യസ്ഥാനം ലാൻസിഡൗൺ ഉത്തരാഖണ്ഡിലാണ്. ഏകദേശം 270 കിലോമീറ്റർ യാത്രയുണ്ട് ഇവിടുന്ന്. 6 മണിക്കൂർ യാത്ര. ഇപ്പോൾ സമയം 6:30 ഇന്ന് 17 ഓഗസ്റ്റ് 2024 ശനിയാഴ്ച. ഏകദേശം 12:30 കൂടി ലാൻസിഡൗൺ എത്തും. ഇപ്പം നല്ല മഴയാണ്. ഇനി അവിടെ ചെല്ലാൻ പറയാം കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അങ്ങനെ ടൈഗൻ മേടിച്ചിട്ടുള്ള 3ാമത്തെ ദൂരയാത്രയാണ്. സമയം 7:30. ഇപ്പോഴും ഡൽഹിയിൽ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് നല്ല വെയിൽ വരും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞ് സാവകാശം പോവുകയാണ്, ധൃതിയില്ല. സമയം 7:45. അങ്ങനെ ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് നാഷണൽ എക്സ്പ്രസ് വേ 3, NE3, ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ. ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ. ഇവിടെ കാറിന് സ്പീഡ് ലിമിറ്റ് 100 കിലോമീറ്റർ ആണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് റോഡ്. ഇത് പഴകും തോറും ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുക. റോഡിൻ്റെയൊക്കെ നിർമ്മാണ നിലവാരം അറിയാറുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടില്ല. ഇപ്പം തന്നെ റോഡ് മുഴുവൻ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ ഓടിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള ആ ഒരു കംഫർട്ടൊന്നും ഇപ്പം ഇല്ല. റോഡ് കണ്ടീഷൻസ് ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ വേഴ്സ്. 1 ലിറ്റർ TSI മാനുവൽ ട്രാൻസ്മിഷൻ. ഹൈവേയിൽ നല്ല മൈലേജ് ഉണ്ട്. ഇപ്പം 19 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. സിറ്റി ലിമിറ്റ്സിനകത്ത് മൈലേജ് വളരെ ശോകമാണ്. 10 കിലോമീറ്റർ കിട്ടത്തുള്ളൂ. പക്ഷെ ഹൈവേയിൽ മൈലേജ് ഉണ്ട്. ഇതിൻ്റെ RPM നമ്മൾ 2000-ൻ്റെ അകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് മൈലേജ് കിട്ടും. മണി ഇപ്പോൾ 8:30. അങ്ങനെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ ഒതുക്കി. അപ്പോൾ ഏകദേശം വീട്ടിൽ നിന്ന് ഓടിച്ചു തുടങ്ങിയിട്ട് 3 മണിക്കൂറായി. ഇനിയും ഒരു 200 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈഗൻ മേടിച്ചിട്ടുള്ള 3ാമത്തെ ലോങ് ഡ്രൈവാണിത്. ടൈഗൻ ഇതുവരെ 20 കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നുണ്ട് റിയൽ ടൈം. കുഴപ്പമില്ല. ഇതിലിപ്പോൾ 4700 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് 250 കിലോമീറ്റർ ആണ് ഒരു സൈഡ്. അപ്പോൾ ഏകദേശം 500 കിലോമീറ്റർ ഓട്ടം ഈ ഒരു ടാങ്ക് മതിയായിരിക്കും. 10 മണിയായി. ഇപ്പം ഡൽഹി ഡെറാഡൂൺ ഹൈവേയിലാണ്, നാഷണൽ ഹൈവേ 58. ഇനിയൊരു 153 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ലാൻസിഡൗണിലേക്ക്. ബേസിക്കലി ഇത് റൂർക്കി ഹരിദ്വാറൊക്കെ പോകുന്ന അതേ റൂട്ട് തന്നെയാണ്. ഹരിദ്വാറിന് ഇനി ഇവിടുന്ന് 120 കിലോമീറ്റർ ആണ്. ഇന്ന് റൂർക്കി 90 കിലോമീറ്റർ. ഇപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് കാർമേഘങ്ങളും പിന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇവിടെ ഇപ്പം ഡ്രൈ ആണ്, സണ്ണിയാണ്. 2 മണിയോടുകൂടി ഇത് ലാൻസിഡൗൺ എത്തും. റോഡ് കണ്ടീഷൻസ് ആർ റിയലി ഗുഡ്. മണി 10 കഴിഞ്ഞ്. ഇനി ഇവിടുന്ന് ഡീവിയേഷൻ ആണ്. നമുക്ക് പോകേണ്ടത് റൈറ്റ് ആണ്. ലെഫ്റ്റ് പോയാൽ ഹരിദ്വാർ പോവും. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോകണം. ഖത്തോലി സ്ഥലത്തിൻ്റെ പേരാണ്. ഖത്തോളിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നേരെ പോയാൽ മുസഫർ നഗർ. നമുക്ക് പോകേണ്ടത് ഖത്തോലി. ഇങ്ങോട്ടല്ല. അങ്ങനെ റൂട്ട് ഡീവിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം 2-വേ ലൈനായി. ഇതുവരെ സുഖമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം. ഒന്നാമത് UP-യിലാണ്. മണി 10:30 കഴിഞ്ഞു. ഇപ്പം UP-യിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റേറ്റ് ഹൈവേ. ഇനി ഇവിടുന്നൊരു 120 കിലോമീറ്റർ ഉണ്ട് ലാൻസിഡൗൺ വരെ.
ഏകദേശം 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ലാൻസിഡൗൺ എത്തും. ഇപ്പോൾ യു പിയിലെ സ്റ്റേറ്റ് ഹൈവേയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നല്ല പച്ചപ്പാണ്, ചുറ്റിനും മരങ്ങളാണ്, കൂടുതലും മാവാണ്, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. യു പിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. റോങ് സൈഡ് ഒരു എരുമ കയറി വരവ് നോക്കി. റൂറൽ യു പി ആണ്, ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. 2-വേ ലൈനാണ്. എതിരേന്ന് ഒരു അന്തവും കുന്തവും ഇല്ലാതെ വണ്ടി കയറി വരുന്നുണ്ട്. കുതിര വണ്ടി, അയാൾക്ക് ഒരു കൈയേ ഉള്ളൂ. ഇതല്ല ഈ ഒട്ടുമാവ. ഇപ്പൊ മണി 10:45. ഇപ്പൊ ബിജ്നോർ എന്ന സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിജ്നോർ പോകുന്ന വഴി ഈ ഒരു സ്ട്രെച്ച് റോഡ് വളരെ മോശമാണ്. ഇതുവരെ ഓടി വന്നാലും കുഴപ്പമില്ലായിരുന്നു. ഈ റോഡ് മുഴുവൻ പാച്ചസ് ആണ്. ഓ, ഇത് ഗംഗാ നദി കേട്ടോ, മധ്യ ഗംഗ ബിജ്നോർ. ബിജ്നോറായി. ഇതാണ് ഗംഗാ നദി, മധ്യ ഗംഗ, ഗംഗാ നദിയാണിത്. ബിജ്നോർ ലൊക്കേഷൻ. നല്ല വെള്ളമുണ്ടല്ലേ. സ്പിൽവേ നമ്മുടെ നാട്ടിലെ തണ്ണീർമുക്കം ബണ്ട് പോലെ എന്താണ്ട സംഭവം, അല്ലെങ്കിൽ തോട്ടപ്പള്ളി സ്പിൽവേ എന്നൊക്കെ പറയുന്ന കണക്ക് എന്താണ്ട സംഭവം. ഡാമും ഷട്ടറും ഒക്കെ ഉണ്ട്. അത് ഘാട്ടാ. അത് നോക്കിയ പടവുകളൊക്കെ ഉണ്ട്. ബിജ്നോർ ആയിരിക്കുകയാണ്. സമയം 11 മണി. വണ്ടി ഈ യാത്രയിൽ 21 കിലോമീറ്റർ ഇതുവരെ മൈലേജ് കാണിക്കുന്നുണ്ട്. 21 കിലോമീറ്റർ ഹൈവേയിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. വളരെ സ്മൂത്ത് ആയിട്ടാണ് ഓടിച്ചു പോകുന്നത്. യാത്രാ ക്ഷീണമൊന്നുമില്ല. മാക്സിമം 100-ന് മേളിലോട്ട് ഇതുവരെ സ്പീഡ് കയറ്റിയിട്ടില്ല. 60, 70, 80, 90, 100. ഇപ്പൊ ഈ റോഡ് ബിജ്നോർ കടന്നിരിക്കുകയാണ്. ഈ റോഡ് അത്ര നല്ലതല്ല, റോഡ് കണ്ടീഷൻ വളരെ മോശമാണ്. റോഡ് മരം മുറിക്കുക. മണി 11:45. ടോൾ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. കിരട്പൂർ ബൈപ്പാസ്, നാഷണൽ ഹൈവേ 34. ഈ റോഡ് എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഇതിനു മുമ്പുള്ള ആ ഒരു സ്ട്രെച്ച് ബിജ്നോർ യു പി സ്റ്റേറ്റ് ഹൈവേ അത് വളരെ മോശമാണ്. പക്ഷെ ഇപ്പൊ ഈ ബൈപ്പാസിലോട്ട് കയറിയപ്പോഴത്തേക്ക് അടിപൊളി. ഇവിടെ അങ്ങ് മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. ടൈഗൺ കോൺസ്റ്റന്റ്ലി 21 കിലോമീറ്റർ മൈലേജ് വരുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് ഓടി പോകുന്നുണ്ട്. കംപ്ലീറ്റ് കരിമ്പ് കൃഷിയാണ്. ടോൾ പ്ലാസ കഴിഞ്ഞിപ്പം ഇത് നാഷണൽ ഹൈവേ 34 ടൈഗൺ. ഈ ഒരു റോഡ് സ്ട്രെച്ച് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് റോഡാണ്. അങ്ങ് മഴയൊന്നുമില്ല, കട്ടമ്പറ വെയിലാണ്, നല്ല ചൂട്. ഇവിടുന്ന് പോയേക്കുവാണ് ടുവേർഡ്സ് ലാൻസിഡൗൺ. മണി 12:30. വീട്ടിൽ നിന്ന് രാവിലെ 6:30 ഇറങ്ങിയതാ. ഇപ്പം ലാൻസിഡൗൺ ആയിട്ടില്ല. കോത്വാർ അടുത്തോണ്ടിരിക്കുക. കോത്വാറിൽ നിന്നാണ് പിന്നെ ലാൻസിഡൗണിലേക്ക് കയറ്റം കയറുന്നത്. ഇതിപ്പോ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഏരിയയാണ്. കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ ബട്ടർഫ്ലൈ ഉണ്ട് റോഡില്. ഈ റോഡ് അത്ര നല്ലതല്ല, കംപ്ലീറ്റ് പാച്ച് വർക്ക് ചെയ്തേക്കുക. അതുകൊണ്ട്
സ്മൂത്തായിട്ട് ഓടിച്ചു പോകുന്ന ആ ഒരു ഇതില്ല. കംപ്ലീറ്റ് പാച്ചാണ്. വെളിയിൽ നല്ല ചൂടാ, അങ്ങ് മഴയൊന്നുമില്ല. മണി 12:45. അങ്ങനെ കോത്ദ്വാർ എത്തിയിരിക്കുകയാണ്. കോത്ദ്വാർ എന്ന് പറയുന്നത് ഒരു ടൗണാണ്, മെയിൻ ടൗണാണ്. ഇനി ഇതിൻ്റെ മേളിലോട്ടാണ് നമ്മൾ ലാൻസി ടൗണിലേക്ക് കയറ്റം കയറുന്നത്. പയ്യ ലാൻസി ടൗണിലേക്ക് കയറ്റം കയറി തുടങ്ങി. ഇപ്പം മണി 1 2 മണിയാകുമ്പോഴത്തേക്ക് മേളിൽ ലാൻസി ടൗണിലെത്തും. താഴെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കയറ്റം കയറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ താഴെ നോക്കി പേടിയോ. ഇവിടൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ദൂരെ മേളിൽ നിന്നൊക്കെ പാറയൊക്കെ പൊട്ടി താഴോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മണി 4:45. 2 മണിയോട് കൂടി ഇവിടെ ഹോട്ടലെത്തി. നൗ വി ആർ ഇൻ ലാൻസി ടൗൺ. അങ്ങനെ ടൈഗനെ ഇവിടെ കയറ്റിയിട്ട് ലാൻസി ടൗൺ ഒരു ചെറിയ ഹിൽ സ്റ്റേഷനാണ്. ഉത്തരാഖണ്ഡിലാണിത്. ഈ ഹോട്ടലിലേക്ക് നല്ലൊരു ഇറക്കമായിരുന്നു, നല്ലൊരു കയറ്റമാണ്. ടൈഗൻ സുഖമായിട്ട് ഓടി കയറി, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചുറ്റിനും പൈൻ മരങ്ങളാണ് ഉള്ളല്ലേ. വീട്ടിൽ ഡൽഹിയിൽ നിന്ന്
ഇവിടം വരെ ഓൾമോസ്റ്റ് 270 കിലോമീറ്റേഴ്സ്. രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. 2 മണി ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ഓടിയെത്തി. എനിവേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു വീക്കെൻഡ് ഗെറ്റ് അവേക്ക് പറ്റിയ സ്ഥലമാണ്. വലിയ ബഹളമൊന്നുമില്ല, എവിടെ തിരിഞ്ഞാലും നല്ല പച്ചപ്പ്.